പാൻ ഇന്ത്യ ഈ അടുത്തായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയൊരു വാക്കാണ്. ഈ ഒരു ലേബലിൽ ഒരുപാട് പടങ്ങളും 2023 ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളെയാണ് നമുക്ക് പാൻ ഇന്ത്യൻ സിനിമ എന്ന് വിളിക്കാം. പക്ഷേ ഇവിടെ ഇറങ്ങുന്ന പാൻ ഇന്ത്യൻ സിനിമകളിൽ കൊമേഴ്ഷ്യൽ സക്സസിന് വേണ്ടി എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള താരങ്ങളെയും കാസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന വെറും പൊള്ളയായ മസാല ചിത്രങ്ങളോ മാത്രമായി മാറും. ഇത്തരത്തിൽ പാൻ ഇന്ത്യൻ ലേബലിൽ വന്ന് പ്രതീക്ഷ തെറ്റിച്ച 2023 ചില ചിത്രങ്ങളെക്കുറിച്ച് നോക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ. ലിയോ പ്രഖ്യാപിച്ചതു മുതൽ തന്നെ വലിയ ഹൈപ്പുണ്ടായ ചിത്രമായിരുന്നു ലിയോ. ലോകേഷ് വിജയ് കൂട്ടുകെട്ട്, LCU കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവയൊക്കെയായിരുന്നു ഹൈപ്പിന് കാരണം. ചിത്രത്തിൻ്റെ വാർത്തകൾ കൊടുക്കാനും ഡീകോഡിംഗ് നടത്താനും മാത്രമായി ചില പുതിയ യൂട്യൂബ് ചാനൽസ് വരെ ഉണ്ടായി. കൈദി പോലെ ഒരു പടമായിരിക്കും, 100% ലോകേഷ് പടമായിരിക്കും തുടങ്ങിയവയും ചിത്രത്തിൻ്റെ ഹൈപ്പ് കൂട്ടി. വിജയുടെ ആദ്യ പാൻ ഇന്ത്യൻ ലേബലിൽ വന്ന ചിത്രം തന്നെയായിരുന്നു ലിയോ. സഞ്ജയ് ദത്ത്, അർജുൻ, തൃഷ, മാത്യു തുടങ്ങിയ താരനിരയും ചിത്രത്തിലുണ്ടായിരുന്നു. ബോക്സ് ഓഫീസിൽ വിജയമായെങ്കിലും ചിത്രം പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. ദുർബലമായ തിരക്കഥയും ഫ്ലാഷ് ബാക്ക് സീനുകളും മോശം VFXും പോസ്റ്റ് LCU കണക്ഷനും ചിത്രത്തെ മോശമാക്കി. ഫസ്റ്റ് ഹാഫ് നന്നായെങ്കിലും സെക്കൻഡ് ഹാഫിലെ സ്ഥിരം വിജയ് ചിത്രത്തിൻ്റെ ടെംപ്ലേറ്റിലേക്ക് ചിത്രം വീണുപോയത് ചിത്രത്തെ പിന്നോട്ടടിച്ചു. LCU കണക്ഷനും ചിത്രത്തിന് രക്ഷയായില്ല. അവസാനത്തെ ഏജന്റ് വിക്രമിൻ്റെ ഫോൺ കോളൊക്കെ വലിയ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആദിപുരുഷ് രാമായണത്തെ ആസ്പദമാക്കി പ്രഭാസ്, സൈഫ് അലി ഖാൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ആദിപുരുഷ് ശരിക്കും 500 കോടി കാർട്ടൂൺ ദുരന്തമാകുന്നതാണ് കണ്ടത്. ചിത്രം വലിയ രീതിയിലുള്ള ട്രോളുകളും നേരിട്ടു. കാർട്ടൂൺ നെറ്റ്വർക്കിലെ കാർട്ടൂണിൻ്റെ ക്വാളിറ്റി പോലും ചിത്രത്തിന് ഉണ്ടായില്ല. ചിത്രം ആള് കയറാതെ തിയേറ്ററിൽ മൂക്കും കുത്തി വീഴുന്നതാണ് കണ്ടത്. പ്രഭാസിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പായി ചിത്രം മാറി. കിങ് ഓഫ് കൊത്ത 2023 മലയാളത്തിൽ നിന്ന് വന്ന പാൻ ഇന്ത്യൻ ചിത്രമായിരുന്നു കിങ് ഓഫ് കൊത്ത. ദുൽഖർ സൽമാൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ പ്രധാന വേഷത്തിലെ ചിത്രം എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്തു. പക്ഷേ ചിത്രത്തിന് പ്രേക്ഷക പ്രീതി നേടാനായില്ല. ദുർബലമായ കഥയും തിരക്കഥയും പ്രേക്ഷകരെ ബോറടിപ്പിച്ചു. ഈ ഒരു പഴകിത്തഞ്ഞ കഥയെ പാൻ ഇന്ത്യൻ ചിത്രമായി ഇത്രയും IP ഇറക്കിയത് എന്തിനാണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. ബോക്സ് ഓഫീസിൽ ചിത്രം പാൻ ഇന്ത്യൻ ഡിസാസ്റ്ററായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. സലാർ KGFന് ശേഷം പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷനിലെത്തിയ സലാർ പ്രഭാസും പൃഥ്വിരാജുമാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. KGFൻ്റെ അതേ ടോണിൽ എത്തിയ ചിത്രത്തിന് മിക്സ്ഡ് റിവ്യൂസാണ് ലഭിച്ചത്. ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് പ്രകടനം ഒരാഴ്ച കൂടി കഴിഞ്ഞാലേ പൂർണ്ണമായും വിലയിരുത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും ഒരു വലിയ ഹിറ്റിലേക്ക് ചിത്രം എത്തില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ശരിക്കും പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? കമൻറ്റ് ചെയ്യുമല്ലോ. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.